മോളിവുഡിലെ യങ് ചാമിംഗ് ആക്ടറായ ദുൽഖർ സൽമാൻ തന്റെ ഹാർഡ് വർക്കിംഗ് നേച്ചറിന് ഒരുപാട് ഫേമസ് ആണ്. എല്ലാ സിനിമയിലും താൻ ചെയ്യുന്ന വേഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാവണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളാണ് ദുൽഖർ സൽമാൻ. ഇൻട്രസ്റ്റിംഗ്ലി ഇപ്പൊ ദുൽഖർ 15 കിലോ ഭാരം കുറച്ചിരിക്കുകയാണ് രാജീവ് രവി ഡയറക്ട് ചെയ്യുന്ന അപ്കമിംഗ് ഫിലിമായ കമ്മട്ടിപ്പാടത്തിലെ ക്യാരക്ടർ ചെയ്യാനായിട്ട്. ജയസൂര്യ മാത്രമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയധികം ഹാർഡ്ഷിപ്സ് ഒക്കെ എടുത്തിരിക്കുന്ന ഒരു ആക്ടർ. ഇപ്പൊ ദുൽഖർ സൽമാനും ആ കൂട്ടത്തിലായി. കൊച്ചി എന്ന സിറ്റി ഡെവലപ്പ് ആവുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ദുൽഖർ സൽമാൻ ഈ സിനിമയിലെത്തുന്നത്. ഈ ഫിലിം ഒരു പീരിയഡ് ഡ്രാമയാണ്. കമ്മട്ടിപ്പാടത്തിൽ ദുൽഖർ സൽമാൻ ഓപ്പോസിറ്റ് ആയിട്ട് അഭിനയിക്കുന്നത് ഷോൺ റോമിയാണ്. അനിത എന്ന ക്യാരക്ടറാണ് ഷോൺ പോർട്രേ ചെയ്യുന്നത്. ഒരു സ്മോൾ ടൗൺ ഗേൾ ആയിട്ടാണ് ഈ സിനിമയിൽ ഷോൺ എത്താൻ പോകുന്നത്. 80കളിൽ നടക്കുന്ന ഒരു കഥയാണ് കമ്മട്ടിപ്പാടത്തിന്റേത്. ഒരു സ്മോൾ ടൗണിൽ നിന്നും മെട്രോ ആയിട്ട് കൊച്ചി ഉത്ഭവിക്കുന്നതിന്റെ കഥയാണ് ഈ സിനിമയുടേത്. രാജീവ് രവിയുടെ തേർഡ് ഡയറക്ടോറിയൽ വെഞ്ചറാണ് ഈ സിനിമ. പൃഥ്വിരാജ് എന്ന് പറയപ്പെടുന്ന ഒരാളുടെ വാക്കും ഞാൻ നിനക്ക് ഡേറ്റ് തന്നിരിക്കുന്നു, ആ വാക്ക് നിന്നെ ഞാൻ മഹാസൗധത്തിലേക്ക് കൊണ്ടുപോകുന്നു വന്നയാൾ കാഞ്ചനയിടത്ത് ഇളക്കി വിടുന്നു, വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, തകർക്കുന്നു. വിമല് പറഞ്ഞു നിർത്തിയിടത്താണ് ഞാൻ ഈ പറയേണ്ടതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അനുവാദം ചോദിക്കാൻ